നമ്മുടെ കേരളത്തിൽ ബംഗാളികളുടെ കയ്യൊപ്പ് പതിയാത്ത ഒരു സ്ഥലം പോലും ഇല്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. എല്ലാ മേഖലകളിലും ബംഗാളികൾ ഇന്ന് പണിയെടുക്കുന്നുണ്ട്. അതായത് റോഡുകളുടെ പണിയായിരുന്നാലും, ഏതെങ്കിലും കെട്ടിട പണിയായിരുന്നാലും, വീട് പണിയായിരുന്നാലും, ഏതെങ്കിലും കടകളിൽ കച്ചവടമായിരുന്നാലും, ഇനിയിപ്പോൾ ചായക്കടയായിരുന്നാലും ശരി തന്നെ, ഇനിയിപ്പോൾ ഏതെങ്കിലും ഒരു മീൻ കടയായിരുന്നാലും, ഏതെങ്കിലും ഒരു ഇറച്ചിക്കടയായിരുന്നാലും ശരി, ഏതെങ്കിലും ഹോട്ടലിലായിരുന്നാലും അവിടെ എല്ലാം ഇന്ന് ബംഗാളികളെ ഉള്ളൂ എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇപ്പം തുണിക്കടകളിൽ വരെ, സിനിമാ തിയേറ്ററുകളിൽ വരെ ഇന്നിപ്പോൾ ബംഗാളികളോടാണ് പണിയെടുക്കുന്നത്, അന്യസംസ്ഥാന തൊഴിലാളികളാണ് പണിയെടുക്കുന്നത്. അവിടെയൊന്നും മലയാളികളെയൊന്നും വളരെ വിരലിലെണ്ണാവുന്ന മലയാളികൾ മാത്രമേ ഇന്ന് കാണാൻ സാധിക്കുള്ളൂ. എന്നാൽ പശ്ചിമ ബംഗാളിൽ വലിയ രീതിയിലുള്ള ഒരു ട്വിസ്റ്റാണ് ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സംഭവിച്ചത്. അവിടെ സുവേന്ദു അധികാരി മുഖ്യമന്ത്രിയാകുന്നു. അതായത് പശ്ചിമ ബംഗാളിൽ ആദ്യമായിട്ട്, ചരിത്രത്തിൽ ആദ്യമായി മമതയുടെ ആ ഒരു ദുർഭരണം അല്ലെങ്കിൽ കിരാത ഭരണത്തിൽ അന്ത്യം കുറിച്ചുകൊണ്ട് BJP ആദ്യമായി പശ്ചിമ ബംഗാളിൽ താമര വിരിയിച്ചിരിക്കുകയാണ്. അങ്ങനെ BJP അവിടെ വന്നപ്പോൾ വലിയ രീതിയിലുള്ള ഒരു നേട്ടം അല്ലെങ്കിൽ ആനുകൂല്യങ്ങൾ ബംഗാളികൾക്ക് ലഭിക്കും എന്നൊരു വിശ്വാസം ഉണ്ടായിരുന്നു. അങ്ങനെയാണ് കേരളത്തിൽ അന്യസംസ്ഥാന തൊഴിലാളികളെല്ലാം കൂടെ, അതായത് പശ്ചിമ ബംഗാളിൽ നിന്ന് വന്ന ബംഗാളികളെല്ലാം കൂടെ കൂട്ടത്തോടെ അവരവരുടെ നാട്ടിലേക്ക് തിരിച്ചു പോകാൻ തുടങ്ങി. ഇപ്പോൾ തിരുവനന്തപുരത്തും കേരളത്തിലേക്ക് പല ജില്ലകളിലും ബംഗാളികൾ ഇല്ലാത്തൊരവസ്ഥയിലേക്ക് എത്തുമ്പോൾ മലയാളികൾക്ക് ദേഹമനങ്ങി പണിയെടുക്കേണ്ട ഒരവസ്ഥയിലേക്ക് വരുന്നു. ബംഗാളികളെയൊക്കെ ഓരോ കോൺട്രാക്ടർമാരും വിളിക്കുന്നുണ്ട്, മലയാളികളൊക്കെ വിളിക്കുന്നുണ്ട്, നിങ്ങൾ വരൂ, നിങ്ങൾക്ക് വിമാന ടിക്കറ്റ് ഞാൻ ബുക്ക് ചെയ്ത് തരാം, ഒരു 500 രൂപ കൂട്ടി ശമ്പളം തരാം എന്നൊക്കെ, കൂലി തരാം എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും വേണ്ട എന്നാണ് ബംഗാളികൾ പറയുന്നത്. അതായത് പശ്ചിമ ബംഗാളിൽ ഇക്കൊരു നിയമസഭാ തെരഞ്ഞെടുപ്പ് സമയത്ത് ബംഗാളികൾ കൂട്ടത്തോടെ കേരളത്തിൽ നിന്നും പോയത് മമതയുടെ കിരാത ഭരണത്തിന് ഒരു അന്ത്യം കുറിക്കാനായിരുന്നു. എന്നിട്ട് അവിടെ താമര കൃഷി ചെയ്യാനും. ഇക്കൊരു കേന്ദ്ര സേനയുടെ സംരക്ഷണത്തിൽ മമതയുടെ ഗുണ്ടകളെ ഭയക്കാതെ വോട്ട് ചെയ്യാൻ കഴിഞ്ഞതോടെ അവരിൽ ഭൂരിഭാഗവും കുത്തിയത് താമരയ്ക്കാണ്. ഇക്കുറി തെരഞ്ഞെടുപ്പ് പട്ടികയിൽ നിന്നും പേര് വെട്ടുമെന്ന പ്രചാരണം ശക്തമായപ്പോൾ ഇന്ത്യൻ പൗരൻ അല്ലാതായി മാറാതിരിക്കാനാണ് അവർ കെട്ടി ബംഗാളിലേക്കും ആസാമിലേക്കും കിതച്ചോടിയത്. പക്ഷെ അവിടെ എത്തിയപ്പോൾ ശക്തമായ സൈനിക സാന്നിധ്യം കണ്ടപ്പോൾ തന്നെ അവർ മറ്റൊരു ബംഗാളിന് സാക്ഷിയാകുകയായിരുന്നു. മറ്റൊരു പുതിയൊരു ബംഗാൾ രൂപം നൽകാനായിട്ട് ഈ ബംഗാളികളെല്ലാം തന്നെ ഒത്തൊരുമയോടെ BJPക്ക് വോട്ട് ചെയ്തു. ഒരു പ്രശ്നവുമില്ലാതെ വോട്ട് ചെയ്യാൻ കഴിയുന്ന സാഹചര്യവും അവർ നല്ലപോലെ ഇക്കുറി ആസ്വദിച്ചു. കാരണം വർഷങ്ങളായി മമതയുടെ ഗുണ്ടകൾ ബൂത്ത് പിടുത്തവും കള്ളവോട്ടുമായി മുന്നേറുകയായിരുന്നു. ഭരണം മാറിയതോടെ ബംഗാളികൾ ഭയമില്ലാത്ത അന്തരീക്ഷം ഇപ്പോൾ ആഘോഷിക്കുകയാണ്. ഇപ്പോഴാണ് അവർ സമാധാനത്തോടുകൂടി ശ്വാസം വിടുന്നതും സമാധാനത്തോടുകൂടി ഓരോ ഉത്സവവും അവർ ആഘോഷിക്കുന്നതും. ശമ്പളം അല്പം കുറഞ്ഞാലും കുടുംബത്തോടൊപ്പം ജീവിച്ച് പണിയെടുക്കാവുന്ന അന്തരീക്ഷമുള്ളപ്പോൾ എന്തിന് സംസ്ഥാനം വിട്ടു പോകണമെന്ന് പലരും ഇപ്പോൾ ചിന്തിക്കുകയാണ്. അതൊരു മാറി ചിന്തിക്കുകയാണ് ബംഗാളികൾ ഇപ്പോൾ. സുവേന്ദു അധികാരി സർക്കാർ അധികാരമേറ്റ ഉടൻ ക്ഷേമ പദ്ധതികൾ നടപ്പിലാക്കി. അന്നപൂർണ യോജന പ്രകാരം സ്ത്രീകൾക്ക് മാസം തോറും 3000 രൂപയാണ് നൽകുന്നത്. കൂടാതെ സ്ത്രീകൾക്ക് ഈ മാസം 1-ാം തീയതി മുതൽ സൗജന്യ യാത്രയും ബസ്സുകളിൽ. 25-നും 60-നും ഇടയിൽ പ്രായമുള്ള സ്ത്രീകൾക്കാണ് ധനസഹായം ലഭിക്കുന്നത് 3000 രൂപ. ജന്മനാടുകളിൽ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് പോയവരിൽ വെറും 40% ആളുകൾ മാത്രമാണ് കേരളത്തിലേക്ക് മടങ്ങിയെത്തിയത്. അവരും തിരിച്ചു പോവാതിരിക്കാൻ വേണ്ടി നേരത്തെ കൊടുക്കുന്ന കൂലിയെ കാട്ടി 500 രൂപയും 1000 രൂപയൊക്കെ ഇപ്പോൾ മലയാളികൾ കൂടി കൊടുക്കുകയാണ്. അത് കൂടുതലായിട്ട് കൊടുക്കുകയാണ്. മറ്റ് ആനുകൂല്യങ്ങളും ഒക്കെ ഇപ്പോൾ കൊടുക്കുകയാണ്. ബാക്കി 60%-ഓളം വരുന്ന ഭായിമാരും കേരളത്തിലേക്ക് ഇനി ഒരു തിരിച്ചുവരവേ ഇല്ല എന്ന ഉറച്ച തീരുമാനത്തിലാണ് ഇപ്പോൾ. ഒപ്പം കേന്ദ്ര സംസ്ഥാന പദ്ധതികളുടെ ഭാഗമായി അവരുടെ സ്വന്തം നാട്ടിൽ തന്നെ ധാരാളം തൊഴിലവസരങ്ങളും മികച്ച കൂലിയും ലഭ്യമാക്കുന്ന ആ ഒരു നാട്ടിലേക്ക് നിന്നാൽ മതി എന്നുള്ള ഒരു ധാരണയിലാണ് ഇപ്പോൾ ബംഗാളികൾ എത്തുന്നത്. കാരണം മികച്ച കൂലി ലഭ്യമാക്കുന്നതാണ് കേരളത്തോടുള്ള പ്രവാസികളുടെ താല്പര്യം തന്നെ കുറയ്ക്കുന്നത്. ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ വൻതോതിൽ വിളവെടുപ്പ് സീസൺ ആരംഭിച്ചതും ഇവർക്ക് തൊഴിൽ ലഭിക്കാൻ ഇടയായി വരുന്നുണ്ട്. ഭായിമാരുടെ ക്ഷാമം രൂക്ഷമായതോടെ കേരളത്തിലെ മലയാളികളായ തൊഴിലാളികൾ അമിതമായ കൂലി ആവശ്യപ്പെടാൻ തുടങ്ങിയിരിക്കുകയാണ്. ഇതോടെ വീട് നിർമ്മിക്കാൻ ഇറങ്ങിത്തിരിച്ച മലയാളി കുടുംബാംഗങ്ങൾക്ക് ഇത് തിരിച്ചടിയായിരിക്കുകയാണ്. കെട്ടിടപണി വിചാരിച്ച സമയത്ത് തീർക്കാൻ കഴിയുന്നില്ലെന്ന് മാത്രമല്ല, പണിക്കൂലി ഇരട്ടിയാവുന്നു. സംസ്ഥാന സർക്കാരിന്റെ വൻകിട വികസന പദ്ധതികളെയും തൊഴിലാളി ക്ഷാമം ബാധിക്കുന്നുണ്ട്. കരാർ ജോലികൾ പറഞ്ഞ സമയത്ത് ചെയ്യാൻ കഴിയാതെ കരാറുകാർ പ്രതിസന്ധിയിലേക്ക് പോവുകയാണ്. കാരണം മലയാളികൾക്ക് വിയർപ്പ് ഒരു അസുഖമുണ്ട്.
വേർപ്പിൻ്റെ ഒരു അസുഖമുണ്ട്. അവർ ദേഹം നനങ്ങി പണിയെടുക്കുന്ന രീതിയിലല്ല ഭൂരിഭാഗം മലയാളികളുമല്ല, 100-ൽ ഒരു 60% മലയാളികളും അങ്ങനെ ദേഹം അനങ്ങി പണിയെടുക്കാറില്ല. അവരെല്ലാം ഈ കൺട്രാക്ടർമാർ അല്ലെങ്കിൽ ഈ സൂപ്പർവൈസർ എന്ന രീതിയിലേക്കാണ് അവർ നിൽക്കുന്നത്. പക്ഷേ ബംഗാളികൾ പോയതോടുകൂടി അവരിപ്പോൾ പണിയെടുക്കാനായിട്ട് തുടങ്ങിയിരിക്കുന്നു. അതിന് ചില ശാരീരിക ബുദ്ധിമുട്ടുകളൊക്കെ അവർക്ക് ഉണ്ട്. പൊതുമരാമത്ത് ജോലികളും റോഡ് നിർമ്മാണങ്ങളും ഫ്ലാറ്റ് കെട്ടിടങ്ങളും എല്ലാം ഇപ്പോൾ സ്തംഭിച്ച അവസ്ഥയിലേക്കാണ്. ഇപ്പോൾ കേരളത്തിൻ്റെ ഈ വികസനങ്ങൾ, ഈ റോഡ് പണിയൊക്കെ ഇപ്പോൾ പാതി വഴിയിൽ തന്നെ മുടങ്ങിക്കിടക്കുന്ന അവസ്ഥയിലാണ്. ഇപ്പോൾ നമുക്കറിയാം ഈ പെറുക്കട റോഡൊക്കെ ഇപ്പോൾ വലിയ രീതിയിലൊന്നും പണിയൊന്നും ഇപ്പോൾ അവിടെ നടക്കുന്നില്ല. കാരണം ബംഗാളികളൊന്നും കിട്ടാനില്ലാത്ത അവസ്ഥ. കൂടാതെ കേരളത്തിൻ്റെ മറ്റ് ഭാഗങ്ങളിലെല്ലാം ഈ സർക്കാർ വർക്കുകളൊക്കെ പിടിച്ച കോൺട്രാക്ടർമാർക്ക് ഇപ്പോൾ നെട്ടോട്ടമാണ് പണിക്കാരെ കിട്ടാത്തൊരവസ്ഥയിലേക്ക്. അപ്പോൾ കേരളത്തിലും BJP വന്നാൽ വലിയൊരു മാറ്റം ഉണ്ടാകും എന്ന് തന്നെ ഇപ്പോൾ ബംഗാളികളും പറയുകയാണ്. കാരണം അതിൻ്റെ ഒരു റിസൾട്ട് പശ്ചിമ ബംഗാളിലും ആസാമിലും ഒക്കെ ഇപ്പോൾ അവർ അനുഭവിക്കുന്നുണ്ട്. കാരണം കൈ നിറയെ അവർക്ക് ആനുകൂല്യങ്ങളുടെ ഒരു ഘോഷയാത്രയാണ്. അപ്പോൾ കേരളത്തിലും BJP വരണം എന്ന് തന്നെയാണ് അവർ പറയുന്നത്. ചിലപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്ക് ബംഗാളികൾ വീണ്ടും തിരിച്ചു വരാനുള്ള ഒരു സാധ്യതയും തള്ളിക്കളയാനാകില്ല.